ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനും ബീറ്ററും മെഷറിംഗ് കപ്പും ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് എങ്ങനെ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. മിക്സിയിലാണ് ഇതിനുള്ള ബാറ്റർ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഓവനും ബീറ്ററൊന്നും ഇല്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മെഷറിംഗ് കപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ്സാണ്. എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, ചായയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ്സിലാണ് മൈദയും ഷുഗറും ഒക്കെ നമ്മൾ അളന്നെടുക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ ഞാൻ അരിച്ചെടുക്കുകയാണ്. മൈദ എടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്ലാസ് മൈദയിൽ ഇട്ടിട്ട് കോരരുത്. അപ്പോൾ ഉൾവശത്തൊക്കെ എയർ കുടുങ്ങിയിട്ട് മെഷർമെൻറ്റ് കറക്റ്റായില്ല. പകരമായിട്ട് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മൈദ കോരിയിട്ട് ഗ്ലാസ്സിൽ നിറച്ച് കൊടുക്കുക. കറക്റ്റ് അളവിന് മൈദ എടുത്തതിന് ശേഷം നമുക്ക് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും എടുക്കരുത്, അപ്പോൾ നമ്മുടെ കേക്ക് ശരിയാവില്ല. ഇതൊരരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതേ ഗ്ലാസ്സിന് തന്നെയാണ് നമ്മൾ ഷുഗറും അളന്നെടുക്കേണ്ടത്. മൈദ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് സെയിം ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഷുഗർ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 എഗ്ഗ് കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ എഗ്ഗ് ആയതുകൊണ്ടാണ് 4 എഗ്ഗ് എടുത്തിരിക്കുന്നത്. വലിയ എഗ്ഗാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാവും. അടച്ചു വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ പൾസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്യാം. ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കുക. നമ്മൾ മയോണൈസൊക്കെ തയ്യാറാക്കുമ്പോൾ പൾസ് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ മിക്സിയുടെ ഇടതുവശത്തോട്ടുള്ള പൾസ് ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. മുഴുവൻ ബാറ്ററും ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ സാവധാനത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അതുപോലെ മൈദ മുഴുവനായിട്ടും ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. 2-3 തവണയായിട്ട് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ബാറ്ററിൽ കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരേ ഡയറക്ഷനിൽ സാവധാനത്തിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ പൊങ്ങി വന്ന ബാറ്ററൊക്കെ താഴ്ന്നു പോവും. ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കാരണം വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയതാണ്. ഞാൻ സാവധാനത്തിൽ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. ഇനി ഈ കേക്കിന് കളറ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് യെല്ലോ ഫുഡ് കളറോ ഇല്ലെങ്കിൽ ഗ്രീൻ ഫുഡ് കളറോ ചേർക്കാവുന്നതാണ്. ഫുഡ് കളറ് അത്ര ഹെൽത്തി ഒന്നല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സോസ് പാനിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ ഒരു പഴയ പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലോട്ട് ഈ ബാറ്ററിൽ പാത്രം വെച്ച് കൊടുക്കുക. ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കനമുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ആ കുഞ്ഞ് അമ്മിയുണ്ടല്ലോ, അതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
35 മിനിറ്റിന് ശേഷം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത് കാരണം ഞാനിത് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, ഇതിൻ്റെ സൈഡ് വശമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കിതൊന്ന് ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. കണ്ടോ, നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കേക്ക് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനൊരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. തീരെ ക്ഷമയില്ലായിരുന്നു, അത് കാരണം കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പുറത്തെടുക്കുക. ഞാൻ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് പുറത്തെടുത്തു. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പിടിച്ചു പോയിട്ടുണ്ട്. പൊട്ടിയിട്ടൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് പിടിച്ചു പോയിട്ടുണ്ട്. കണ്ടല്ലോ, എന്നാലും നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓവനും ബീറ്ററും അതുപോലെ മെഷറിംഗ് കപ്പും ഒന്നും ഇല്ലാതെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊരു കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോഴും ആവശ്യമായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ചോക്ലേറ്റ് കേക്കും ഒക്കെ തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ അടിയിൽ നിന്നും ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളി കേക്ക് തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബീറ്ററും അതുപോലെ മെഷറിംഗ് കപ്പും ഒന്നും ഇല്ലാത്തവർക്കും കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം വെറൈറ്റികളായിട്ടുള്ള വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.